ഒരു പടം വന്ന് പിന്നെ ഊണില്ല ഉറക്കമില്ല, ആ സിനിമയ്ക്ക് വേണ്ടി മാത്രമുള്ള ഡെഡിക്കേഷനാണ്. എങ്ങനെയെങ്കിലും അതിനെ ഏറ്റവും ഓടിക്കലാണ് ഏറ്റവും വലിയ അവാർഡെന്നാണ് സിദ്ദിഖൊക്കെ എപ്പോഴും പറയുന്നത്. അല്ലാതെ ഒരു അവാർഡ് ഇങ്ങനെ കിട്ടുന്നതല്ല, ജനം ഇഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ അവാർഡ്. അവരുടെയൊക്കെ 340 ദിവസങ്ങളല്ലേ ഓടുന്നത്. നിലനിൽപ്പിന് വേണ്ടി എന്തും ആകാം, എന്തും പറയാം, അങ്ങനെയുള്ളൊരു ചെയ്യാം, നിലനിൽപ്പാണ് ഇവിടെ. പണ്ടങ്ങനൊന്നും ആയിരുന്നു എന്ന് തോന്നുന്നില്ല. ഒരു അതിനകത്തും പ്രോഡക്റ്റിൻ്റെ കൂടെയുള്ളൊരു സ്നേഹവും ഉണ്ടല്ലോ. ഇപ്പം മഞ്ഞിലാസ് പടങ്ങൾ എന്നൊക്കെ അന്ന് നമ്മൾ അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളതാണ്. ഞാൻ ഇന്ന് വരെ പുറത്തുനിന്ന് കഥ കേൾക്കാറേ ഇല്ല, അങ്ങനത്തെ ഒരു രീതിയേ ഇല്ല. പലരുടെയും കഥ കേട്ട് സെലക്ട് ചെയ്യുന്ന പരിപാടിയില്ല. പക്ഷെ ഇപ്പം എല്ലാവരും അങ്ങനെയാണ്. കഥ ഗവൺമെൻറ് സൈഡിൽ നിന്നൊക്കെ ഉള്ളൊരു ഹെൽപ്പുകൾ വേണം. ഇയാൾ പുതുമങ്ങളെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അങ്ങനെ റിസ്കി സാധനം എടുക്കുമ്പോൾ അതിന് കുറേ ടാക്സ് കൊണ്ടോ എന്തുകൊണ്ടോ കുറേ ഹെൽപ്പ് കിട്ടിയാലല്ലേ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ ഇങ്ങനെ ചിന്തിക്കത്ത് പോലും ഇല്ല. ഇപ്പം ഇത്രയും വർഷത്തെ ഈ ചെയ്ത സിനിമകളിലൊക്കെ ഭയങ്കരമായിട്ട് ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരാവുന്ന എന്തെങ്കിലും, ഒരുപാട് ഓർമ്മകളായിരിക്കും ഇപ്പോൾ പറഞ്ഞതൊക്കെയും അത്തരം ഓർമ്മകൾ, എന്നാലും കുറച്ച് സ്പെഷ്യലായിട്ട് രസകരമായിട്ടുള്ള എന്തെങ്കിലും ഓർമ്മയുണ്ടോ അങ്ങനെ? അതും ഈ ഫാസിലും ഞാനൊക്കെ ചേർന്നൊക്കെ തന്നെയാണ് ഈ തമിഴിലൊരു സിനിമയിട്ട് വർഷം 16 എന്ന് പറയും. അതിനകത്താണ് ഖുശ്ബു ആദ്യമായിട്ട് വരുന്നത്. അതെ. അപ്പോൾ ഈ നോക്കത്തവരം ഓടിയപ്പോഴും എനിക്കിങ്ങനെ അത് ഈ മാമാട്ടിക്കുട്ടിയമ്മ ഈ നവോദയയുടെ ഇതൊക്കെ കണ്ടാണ് മാമാട്ടിക്കുട്ടിയമ്മയൊക്കെ ഓടിയപ്പോൾ ഈ മാമാട്ടിയുടെ ബേബിശാലിനെയും കൊണ്ട് ഇവർ തിയേറ്ററൊക്കെ വെക്കും. തിയേറ്ററിലൊക്കെ വിസിറ്റ് ചെയ്ത് പബ്ലിസിറ്റി ചെയ്ത് കയറ്റി. അതും ആളില്ല, മാമാട്ടിക്കൊണ്ടെങ്കിലും ആളില്ല, ഇങ്ങനെ കയറി വരികയായിരുന്നല്ലോ, പിന്നെ പിടിച്ചൊക്കെ ഇട്ടത്. ഇതൊക്കെ കണ്ടാണ് എൻ്റെയും ഒരു എന്ന് പറയുന്നവർ ഈ ഇവരെയും കൊണ്ട് പോകുന്ന പരിപാടി എനിക്കുമുണ്ട്. അപ്പോൾ നദിയായും കൊണ്ട് ഞാൻ എല്ലാ തിയേറ്ററിലും പോയിട്ടുണ്ട്. ഈ കേരളത്തിലെ ഒട്ടുമിക്ക തിയേറ്ററിലും ആ സമയത്ത് കൊണ്ടുപോകും, കയറ്റി. അതുപോലെ ഈ ഖുശ്ബു എന്നെ കൊണ്ട് ചീറ്റി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ കൂടെ പോകുമ്പോൾ ഫസ്റ്റ് വീക്കിലൊക്കെയാണ് കയറി വരാൻ. അപ്പോൾ ഈ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ പുളിമരങ്ങളില്ലേ സൈഡിൽ, അങ്ങ് പോയപ്പോഴത്തേക്ക് ബാക്കിൽ നിന്ന് ഒന്ന് നിർത്താൻ പറഞ്ഞു. അപ്പോൾ നിർത്തി. അപ്പോൾ നോക്കുമ്പോൾ ഒരു പുളിമരം, ആ പുളിമരത്തിൻ്റെ ചുവട്ടിൽ ഒരു പാട്ട. അപ്പോൾ ഒരാഴ്ചയായുള്ളൂ വർഷം 16 ഇറങ്ങിയിട്ട്, 5-6 വർഷം, ഒരാഴ്ച 6-7 8 ദിവസമായിട്ടുള്ളൂ. ഈ അതിൻ്റെ ചുവട്ടിലൊരു പാട്ട കൊണ്ട് ഇങ്ങനെ എന്തോ ഉണ്ടാക്കിയിരിക്കുന്നു പാട്ട. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു സാമ്പ്രാണി തിരിയൊക്കെ കത്തിക്കുക. സാറേ എന്നോട് ഫോട്ടോ, മറ്റേ അമ്പലം അല്ലേ ഖുശ്ബുവിന്. അതാണ് ആദ്യത്തെ തുടക്കം. അതാണ് ഈ അവരുടെയൊക്കെ ഒരു ഇഷ്ടം കൂടിയാൽ ഖുശ്ബു മന്ത്രങ്ങളുണ്ടായി, ഖുശ്ബു അമ്പലങ്ങളുണ്ടായി ഈ സിനിമയ്ക്ക് ശേഷം. അത് ഈ മൂവിക്ക് ശേഷമാണ് അമ്പലങ്ങളുണ്ടായി, ആരാധന തുടങ്ങി, ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ അത് നേരിട്ട് ഇതേ എൻ്റെ ഒരു വലിയ അനുഭവമാണ് ഞാൻ ഇത് കണ്ടത്. ഈ ഫോട്ടോ നമുക്ക് ഇവിടെ ഒന്നും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണത്. അതുകൊണ്ടാണ് എനിക്കിപ്പോഴും ഈ പുതിയവരെ നല്ല ഒത്തു കിട്ടിയാൽ ഇടണമെന്നുള്ളൊരു മോഹങ്ങൾ ഇപ്പോഴും കാരണം അതാണല്ലേ. നടന്മാരെയും നടിമാരെയും നല്ല ഒത്തു കിട്ടിയാൽ, എൻ്റെയൊക്കെ അത് ഹിറ്റുകളാണ്. അപ്പോൾ ഈ മീനയെ കൊണ്ടുവന്നില്ലേ, അതും ഹിറ്റായി, എല്ലാം അങ്ങനത്തെ ഹിറ്റാണല്ലോ. ഇപ്പോൾ ഈ സിനിമയിലെ ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞ നിങ്ങളുടെ ആ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത് ചെറുപ്പം മുതലേ നിങ്ങൾ ഒരുമിച്ചുണ്ടായി അങ്ങനെയാണ്. അല്ലാതെ ഒത്തിരി സിനിമകൾ ചെയ്യുമ്പോൾ ഈ കൊണ്ടുവന്ന പുതിയ ആളുകളുണ്ട്, ഈ ആർട്ടിസ്റ്റുകളുമായിട്ടും ബാക്കി ടെക്നീഷ്യൻസൊക്കെ ആയിട്ട് ഏറ്റവും നല്ല ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തത് രൂപപ്പെട്ടു പോകാറില്ലേ ശരിക്കും? പഴയ കാലത്തൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണത് ഇവരൊക്കെ ആയിട്ടുള്ള? ഭയങ്കര അതൊരു ഫാമിലി പോലെയാണ്. ഇപ്പോൾ നോക്കത്തവരെ എനിക്ക് ഓർമ്മയുണ്ട്, പാച്ചിയുടെ വീട്ടിലാണ് നദിയൊക്കെ താമസിച്ചത്. അല്ലാതെ ഒരു വേറൊരു ഇതില്ല. ഇപ്പോൾ ഈ ആയിരം കണ്ണുമായി പാട്ട് ജെറി അമൽദേവൊക്കെ എൻ്റെ വീട്ടിൽ ഇരുന്നാണ് കമ്പോസ് ചെയ്യുന്നത്. ഒരു കുടുംബം മാതിരിയാണ്. അത് അതുപോലെ ഫാസിലിൻ്റെയൊക്കെ ഒരു രീതിയാണ്, ഞങ്ങളുടെ പാച്ചിയുടെയൊക്കെ ഒരു രീതിയാണ് നമുക്കൊക്കെ കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ എല്ലാവരുമായിട്ട് ഭയങ്കര അടുപ്പവും സ്നേഹവും അങ്ങനെയാണത് കൊണ്ടുപോകുന്നത്. അല്ലാതെ ഒരു
ഒരു ആർട്ടിസ്റ്റ് പ്രൊഡ്യൂസർ ഒന്നും ഇല്ലാതെ ഭയങ്കര ഫാമിലി അറ്റാച്ച്ഡ് ആയിരിക്കും എല്ലാവരും. ഞാൻ ചോദിക്കാൻ കാര്യം ഇപ്പോൾ വേറെ ഇങ്ങനെ കുറേ കംപ്ലയിൻസ് കേൾക്കുക അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. ആ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ടീമുകൾ അത് എപ്പോഴും എല്ലാവരെ കുറിച്ചും നല്ലത് മാത്രമേ പറയാനുള്ളൂ. അത്ര ഹെൽത്തി ആയിട്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ സിനിമാ സംസ്കാരം, നമ്മൾ സിനിമാ ലൊക്കേഷൻസിലെ സംസ്കാരമൊക്കെ മാറിയതാണോ? നമ്മൾ ഇത്രയും ബന്ധങ്ങളില്ലാത്തവരും ഇൻസെക്യൂരിറ്റി ഉള്ളവരും മെക്കാനിക്കലായി പോയി, അല്ലെങ്കിൽ പണം ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ആയിപ്പോയി. അതിനൊരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു വേറൊരു തലമുണ്ട്. ആ തലമൊക്കെ വിട്ടുപോയി. കാര്യം അന്നും ഇന്നും കാണുന്നവനല്ലേ ഞാൻ. ആ ഒരു ബന്ധങ്ങളോ അതൊക്കെ പോയി. പണി ചെയ്യുക, കൂലി വാങ്ങിക്കുക, പോവുക, എല്ലാം മെക്കാനിക്കലാണ്. കാണുമ്പോൾ പിന്നെ അടുത്ത് പോയി. അങ്ങനെയാണ് പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊഡ്യൂസർ ആർട്ടിസ്റ്റ് എന്നല്ല, ആർട്ടിസ്റ്റുകളുടെ ഇടയിലും എല്ലാം ഒരു ജോലി ചെയ്തെടുക്കുന്നു, പോകുന്നു, പിന്നെ അടുത്തതിലേക്ക് പോകുന്നു, അടുത്തതിലേക്ക് അങ്ങനെ അതൊന്നും അങ്ങനല്ല. ഒരു ഭയങ്കര ഒരു ബോണ്ടിങ് ഉണ്ട്. ഞാൻ ഈ ബോണ്ടിങ്ങിനെ കുറിച്ച് ചോദിക്കാൻ ഒരു കാര്യം കൂടി ഉണ്ട്. അങ്കിളുടേതല്ലാത്തൊരു സിനിമ, പക്ഷേ അതിൻ്റെ ഒരു സോങ്ങിൻ്റെ പെർഫെക്ഷന് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് ഇരുന്നതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അതിലെ ആരാണോ ആ സീനിൽ ആക്ട് ചെയ്തത്, ആ സോങ്ങിൽ ആരാണോ വന്നത്, അവരെ ഇരുത്തിയത് എഡിറ്റ് ചെയ്യിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത് മണിച്ചിത്രത്താഴ ഞാനില്ല, പക്ഷെ അതാണ് നമ്മുടെ ടീം എന്ന് വെച്ചാൽ പാച്ചിയാണല്ലോ ഗുരു. ആ ടീമിൻ്റെ ഒരു ശക്തി അതാണ്. ഈ ഒരു സിനിമ സിദ്ധിക്ക് അതൊക്കെയാണ് ഇവരുടെയൊക്കെ പടങ്ങൾ 100-400 ദിവസങ്ങളൊക്കെ ഓടാൻ കാര്യം. ഒരു പടം പിന്നെ ഊണില്ല ഉറക്കമില്ല, ആ സിനിമയ്ക്ക് വേണ്ടി മാത്രമുള്ള ഡെഡിക്കേഷനാണ്. എങ്ങനെയെങ്കിലും അതിനെ ഏറ്റവും ഓടിക്കലാണ് ഏറ്റവും വലിയ അവാർഡെന്നാണ് സിദ്ദിഖൊക്കെ എപ്പോഴും പറയുന്നത്. അല്ലാതെ ഒരു അവാർഡ് ഇങ്ങനെ കിട്ടുന്നതല്ല, ജനം ഇഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ അവാർഡ്. അവരുടെയൊക്കെ 300-400 ദിവസങ്ങളല്ലേ ഓടുന്നത്. അതൊക്കെ ഓടാൻ കാരണമുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ളൊരു, ഇപ്പോഴും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കാം, പക്ഷെ ഇത് ഇച്ചിരി കൂടുതലാണോ എന്ന് എനിക്കൊരു, അന്നത്തെ ഇവരുടെ ഒരു രീതി കുറച്ചുകൂടെ, അതൊക്കെയാണ് എൻ്റെയും ഇങ്ങനെ കിടക്കുന്നുള്ളത്. അപ്പോൾ ഈ മണിച്ചിത്രത്താഴിന് അന്ന് ഞങ്ങൾക്ക് ഒരു എഡിറ്റിംഗ് റൂമുണ്ട് മദ്രാസിൽ. എനിക്കും ബാച്ചിയും കൂടെ ഞങ്ങൾ ഒരു എഡിറ്റിംഗ് റൂം ഇട്ടുണ്ട്. അത് നമ്മുടെ സ്വന്തം പടങ്ങൾ ചെയ്യുന്നു. അവിടെ ഈ ഒരു മുறை വന്ന് പാട്ട് അതാണല്ലോ ഭയങ്കര. അതിൽ എഡിറ്ററുണ്ട്, ബാച്ചിയുണ്ട്. എന്നാലും ബാച്ചി പറഞ്ഞിട്ട് ശോഭനെ വിളിച്ചു വരുത്തിയായിട്ട് കേട്ടിട്ടുണ്ട്. അത് അവർക്ക് കുറച്ചുകൂടെ ആ പാച്ചി പറയുന്നതും എഡിറ്റർ പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ചിലപ്പം അവരുടെ ഡാൻസിൻ്റെ രീതിയിൽ. അപ്പോൾ അങ്ങനെ വരെ പെയിൻ എടുക്കുന്നതുകൊണ്ടാണ്. അല്ലെ വേറെ ഫാസിലിൻ്റെ സ്ഥാനത്ത് പറഞ്ഞാൽ അവരിട്ടു, ഇവർ തന്നെ എടുത്തിട്ട് ഇത് പോയി കഴിഞ്ഞാൽ അങ്ങനെയും കൂടെ പാച്ചിയൊക്കെ പെയിൻ എടുത്തുകൊണ്ടാണ് ഇന്ന് ഈ ആ പാട്ടൊക്കെ ഇത്രയധികം വരുന്നതെന്ന് ഇന്ന് എൻ്റെ ഒരു വിശ്വാസം. പാച്ചിൻ്റെ വിശ്വാസം അത് തന്നെയായിരിക്കും, ഞങ്ങളുടെ ആ ടീമിൻ്റെ വിശ്വാസം അതാണ്. അവരോടുണ്ടെങ്കിൽ അതാണ് അവരിൽ നിന്ന് കൂടുതൽ വാങ്ങിച്ചെടുക്കാനേ സ്നേഹം കൊടുത്ത് തന്നെ അങ്ങനെ ആ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെയാണ് ഇതൊക്കെ. ചിലപ്പോൾ ശോഭന പാച്ചി അല്ലെങ്കിൽ വരുത്തൊന്നുമില്ലായിരിക്കും, ആ ഒരു സ്നേഹബന്ധങ്ങളുടെ ഗുണം കൊണ്ടാണ് അവരും വരുന്നത്, അല്ലേ ആർട്ടിസ്റ്റുകൾ. ഇപ്പോൾ ഇത്രയും വർഷം നിന്നു, ഇത്രയും ഹിറ്റുകൾ ചെയ്തു, ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ആരെങ്കിലും തന്നിട്ടുണ്ടോ? അത്തരം ഓർമ്മകൾ വേദനിപ്പിച്ചിട്ടുണ്ടോ ആരെങ്കിലും? സത്യത്തിൽ ഇല്ല. അങ്ങനെ എല്ലാവരും ഇല്ല, വന്നിട്ടില്ല. പ്രൊഡ്യൂസർ എന്ന രീതിയിലും ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല. അങ്ങനെ അതെന്തുകൊണ്ടായിരിക്കും? അത് ഇതാണ്, ഈ ഒരു ബോണ്ടിങ് ആണ്. ആർട്ടിസ്റ്റാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ചെയ്യുന്ന പടങ്ങളടക്കം എല്ലാവരോടും ആ ഒരു ഇതിൽ അങ്ങനെ പോകണമെന്ന തീരുമാനം. നമ്മൾ ആരുമല്ല എന്നുള്ളൊരു രീതിയാണ് ഞാനും എടുക്കാറുള്ളത്. സെറ്റിലൊന്നും ഞാൻ ആരുമല്ല എന്ന് പറയുന്നൊരു എല്ലാവരും കൂടെ ഉള്ളൊരു ഗെറ്റുഗദറാണ്. ഞാൻ ചോദിച്ച വേറെ ഒന്നുണ്ടല്ലോ, ഇപ്പോൾ ഒരു സമയത്ത് ഇപ്പം എന്നോട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അങ്ങ് പറഞ്ഞു, നമ്മൾ പണ്ട് നവോദയയുടെ സിനിമ, കാച്ചപ്പള്ളിയുടെ സിനിമ എന്ന് പറഞ്ഞ് അത് നമ്മുടെ മനസ്സിലൊരു പ്രൊഡ്യൂസർ ആവാനൊരു. അപ്പോൾ ഒരു സമയത്ത് നമ്മൾ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു വിലയുള്ളൊരു കാര്യമായിട്ട് പറയുമായിരുന്നു. പിന്നെ അത് പോകെ സിനിമ കൂടുതൽ ബിസിനസ്സും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സ്പേസുമായി മാറുമ്പോൾ സിനിമയിൽ പ്രൊഡ്യൂസർ
എന്തോ ഒരു പ്രൊഡ്യൂസർ ഉണ്ട് എന്നുള്ള മാത്രം ആവുന്നുണ്ടല്ലോ. അപ്പോൾ ആ തരത്തിൽ ഉള്ള സമയത്തും ഇങ്ങനെ നിങ്ങളെപ്പോലുള്ളവർ നല്ല നല്ല എന്താ പറയുക സെൻസേഷണൽ സാധനങ്ങളുടെ കൂടെയൊക്കെ ഇപ്പോൾ അഡാർ ലവ് പോലത്തെ ഒരു സംഭവമൊക്കെ അത് എവിടെയോ എത്തിപ്പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ നിൽക്കുന്നുണ്ട് ലൈവായിട്ട്. അതാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അത് അങ്ങനെ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇതിനെയൊക്കെ എന്താ പറയുക തരണം ചെയ്ത് മുന്നോട്ട് പോകാന്ന് പറയുമ്പോൾ അതിനൊരു സീക്രട്ട് ഉണ്ടാവണ്ടേ? കാരണം എല്ലാ തലമുറയും ഒരേപോലെ ചിന്തിക്കുന്നവരോ എല്ലാ മനുഷ്യരും ഒരേപോലെ ചിന്തിക്കുന്നവരോ അല്ല. നമ്മളൊന്നും ചിന്തിച്ചിരുന്ന പോലെ ചിന്തിക്കുന്നവരല്ല ഇനി വരുന്നൊരു തലമുറ ഉണ്ടായിരിക്കും. പക്ഷെ അവരുടെ കൂടെയും വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ അസോസിയേഷനിലൊക്കെ ആണെങ്കിലും എല്ലാ തലമുറക്കാരോടും ഒരുപോലെ ഡീൽ ചെയ്ത് വളരെ കൂളായിട്ട് പോകുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു സീക്രട്ട്? അത് സീക്രട്ടൊന്നും ഇല്ല. അത് ഞാൻ പറഞ്ഞില്ലേ, പണ്ടത്തെ ഒരു പഠനമാണ്, പണ്ടത്തെ ഒരു രീതി, ആ ഒരു തുടർന്ന് പോകാൻ, സ്നേഹം കൊടുക്കുക സ്നേഹം കിട്ടുക എന്ന് പറയുന്ന പോലുള്ളതേ ഉള്ളൂ. പക്ഷെ അന്നത്തെ ഒരു പിന്നെ അടുപ്പങ്ങളൊക്കെ കുറഞ്ഞു പോകണു അങ്ങനെ തോന്നുമ്പോൾ എപ്പോഴെങ്കിലും അതെങ്കിലും പെയിൻ തോന്നിയിട്ടില്ലേ എപ്പോഴെങ്കിലും? അത് നമ്മുടെ സെറ്റുകളിൽ അങ്ങനെ വന്നിട്ടില്ല. അല്ല അങ്ങനെയല്ല, പൊതുവെ അങ്ങനെ കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. അങ്ങനെയാണല്ലോ, അങ്ങോട്ട് പോരാ ഇങ്ങോട്ട് പോരാ ഒക്കെ ഉണ്ടാവില്ല. ഇപ്പോൾ ഇതൊക്കെ വളരെ റെയറല്ലേ, ഭയങ്കര റെയറല്ലേ. ഇപ്പോഴാണത് കുറേ കൂടുതൽ കാണുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് കൂടുമ്പോഴാണ് തോന്നുന്നു ആൾക്കാർ കുറച്ചും കൂടി ചുരുങ്ങി പോകണം. നിലനിൽപ്പിന് വേണ്ടി എന്തും ആകാം, എന്തും പറയാം, അങ്ങനെയുള്ളൊരു ചെയ്യാം, നിലനിൽപ്പാണ് ഇവിടെ. പണ്ടങ്ങനൊന്നും ആയിരുന്നെന്ന് തോന്നുന്നില്ല. ഒരു അതിനകത്തും പ്രോഡക്റ്റിൻ്റെ കൂടെയുള്ളൊരു സ്നേഹവും ഉണ്ടല്ലോ. ഇപ്പം മഞ്ഞുലാസ് പടങ്ങൾ എന്നൊക്കെ അന്ന് നമ്മൾ അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളതാണ്. ഒരു അശോചൻ്റെ സിനിമ വന്നാൽ കൊള്ളായിരിക്കുമെന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഇപ്പോഴും. അതുകൊണ്ടാണ് സിനിമ എടുക്കാൻ പേടിയാണ്. ഇങ്ങനെ ഒന്നും ഒത്തുവരാൻ വേണ്ടി ഇങ്ങനെ പേടിച്ച് വർഷങ്ങളിങ്ങനെ കഴിഞ്ഞും പോകും. മഞ്ഞുലാസ് പടങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മഞ്ഞുലാസ് പടം നല്ലതായിരിക്കും. അങ്ങനെ കുഞ്ചാക്കോയുടെ പടം, നവോദയ പടം, അങ്ങനെയല്ലേ അത് വരുന്നത്. അവരുടെ പടങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഫാമിലി പണ്ട് തൊട്ടേ, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ വൈഫ് കൂടെ വരുമായിരുന്നു, അപ്പോൾ പണ്ട് തൊട്ടേ അത്രയും സപ്പോർട്ടീവായിട്ട് ഇതേപോലെ തന്നെ ഫാമിലിയും സിനിമയെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ മാറ്റങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ കുറച്ച് നോക്കിയാണ് സിനിമ ചെയ്യണത്. ഇപ്പോഴത്തെ കാലാവസ്ഥ അത്ര സുഖമുള്ളതല്ല സിനിമയിൽ. ആസ് എ പ്രൊഡ്യൂസറാണ് ഞാൻ പറയണത്. ഒരു നല്ല പ്രോജക്റ്റ് തപ്പിയെടുക്കാനുള്ള, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തിയേറ്ററിൽ സിനിമ സർവൈവ് ചെയ്യുന്ന ഇഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് കുടുംബം അതിന് ഏത് രീതിയിലാണ് കൂടെ നിൽക്കാറുള്ളത്? അല്ല, പുള്ളിക്കാരത്തെയും ഈ സ്റ്റോറി വൈസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്, ഭയങ്കര താങ്ങാണ്. ഈ സബ്ജക്റ്റ് മാറ്റിമറിക്കുക അങ്ങനെ അതിനും പുള്ളിക്കാരത്തി വായിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് ഈ സ്റ്റോറിയിൽ ഭയങ്കര കോൺട്രിബ്യൂഷനുണ്ട്, കഥയിലൊക്കെ. അത് നമുക്ക് ഭയങ്കര, അപ്പോൾ അതനുസരിച്ചുള്ള ആർട്ടിസ്റ്റിനൊക്കെ കിട്ടുന്ന ഒരു ഉണ്ട്. അതിനകത്ത് യാതൊരു ഇതല്ല, ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പോൾ ഇപ്പോഴും അത്തരം കഥ കേൾക്കലും അങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെയും ഒരു ചെറിയതുണ്ട്. ഇപ്പോൾ ഇതിനൊക്കെ ശേഷം ഒട്ടും ഞാൻ ഒരു എക്സാജറേഷൻ പറയുകയല്ല, ഒരു 2, 3, 4 ദിവസം കൂടി 1, 2 പേരാണ് കഥയുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഞാൻ ഇന്ന് വരെ പുറത്തുനിന്ന് കഥ കേൾക്കാറേ ഇല്ല. അങ്ങനത്തെ ഒരു രീതിയേ ഇല്ല. പലരുടെയും കഥ കേട്ട് സെലക്ട് ചെയ്യുന്ന പരിപാടിയില്ല. പക്ഷെ ഇപ്പം എല്ലാവരും അങ്ങനെയാണ് കഥ. പക്ഷെ എനിക്കില്ല, നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ ഒരു ഡയറക്ടർ വന്ന് കഥ പറഞ്ഞാൽ, ഞാനൊരു ഡയറക്ടറെ ഫിക്സ് ചെയ്തെന്ന് വെച്ചു, ആ ഡയറക്ടർ 3-4 കഥ പറഞ്ഞാൽ അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെയും കൂടെ കോൺട്രിബ്യൂഷൻ വന്ന് അതിനകത്ത് അങ്ങനെ പോവുക. അല്ലാതെ ഓടി നടന്ന് കഥ കേൾക്കുന്ന പരിപാടിയെ എനിക്കത് മടി കൊണ്ടാണ് എന്തോ അതില്ല. അങ്ങനെ ഇട്ട് സിനിമ എടുത്തിട്ടുമില്ല. കാര്യം അങ്ങനെ ഫാസിലിൻ്റെ ഒക്കെ അതാണ്, പുള്ളിയൊക്കെ പുള്ളിയുടെ നിന്ന് ഉണ്ടാകുന്ന കഥകളാണല്ലോ കേട്ടിട്ട് ഉള്ള, അങ്ങനെ അതൊക്കെ ആയിരിക്കും നമുക്കും. നമ്മളും ആ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. പാച്ചിയുടെ കഥ എല്ലാം പാച്ചിയുടെ തന്നെയല്ലേ. അങ്ങനെ ഒന്നോ മധുമുട്ടത്തിൻ്റെ ഒരു ക്ലൂ എടുത്തിട്ടല്ലേ എന്നേ ഉള്ളൂ. അല്ലാതെ പാച്ചിയുടെയൊക്കെ എല്ലാം പാച്ചിയുടെ തന്നെ കഥകളാണ്. അപ്പം നല്ല കാര്യം പറയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പം നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനാണെങ്കിലും എല്ലാവർക്കും പൊതുവേ കുറച്ച് ഉള്ളൊരു കംപ്ലൈൻ്റ് ആണ്, കുറച്ച് എത്തിയ കുറച്ച് നടന്മാരെ വാല്യൂ ഉണ്ട് നമ്മൾ പറയപ്പെടുന്ന നടന്മാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അഥവാ അവർ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് റെമ്യൂണറേഷൻ നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിൽ അവർ ചോദിക്കുന്നു എന്നുള്ള രീതിയിൽ പ്രൊഡ്യൂസേഴ്സൊക്കെ തന്നെ പറഞ്ഞു കേൾക്കാറുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ഈ പറയുന്നവരുടെയൊക്കെ കൂടെ പല സമയത്തും പലതരത്തിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളും കൂടിയാണല്ലോ. അപ്പോൾ എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിനെപ്പറ്റി പറയാനാണെങ്കിൽ, ഇപ്പോൾ അവർ റെമ്യൂണറേഷൻ കൂട്ടുന്നത് അവരുടെ ഒരു വിലയാണ്. ആ വില ഒരു പ്രൊഡ്യൂസറിനോ എടുക്കുന്നവർക്കോ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹത്തിനെ അല്ലെങ്കിൽ അവരെ വെക്കാതിരിക്കുക എന്നുള്ളതല്ലേ അതിനൊരു മാർഗ്ഗമുള്ളൂ. വേണ്ടാന്ന് വയ്ക്കുക.
അപ്പോൾ നിങ്ങളുടെ വാല്യൂ കുറയ്ക്ക് എന്ന് നമ്മളെങ്ങനെ പറയും? പറയാൻ പറ്റത്തില്ലല്ലോ. അവർ ഇത്രയും വർഷത്തെ കഷ്ടപ്പാടിൽ അവർ കയറി വന്ന് അവർക്കൊരു വിലയുണ്ട്, ആ വില അവർ മനസ്സിലാക്കുന്നു, അതുകൊണ്ടൊരു വില പറയുന്നു. ആ വില നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ വേണ്ടാന്ന് വയ്ക്കുക. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അങ്ങനെ വേണ്ടാന്ന് വെക്കണമെങ്കിൽ പുതുമുഖങ്ങൾ വരണം. ഞാൻ വലിയ ഇതായിട്ട് പറയല്ല, എന്നാലും എൻ്റെ 2-3 സിനിമയിൽ കുറച്ച് പേരെങ്കിലും വന്നല്ലോ അല്ലേ. അതുപോലെ ഒരു 10 പ്രൊഡ്യൂസർമാർ കൊണ്ടുവന്നെന്ന് വെച്ചോ പുതിയവരെ, ഇവരൊക്കെ ആർട്ടിസ്റ്റായി മാറുക. അല്ലേ, ഒരു 10-20 സിനിമ വന്നു കഴിഞ്ഞാൽ 10-20 നടന്മാർ വരും. ഇപ്പോൾ സായിമാർ വന്ന മാതിരിയോ അല്ലെങ്കിൽ പ്രിയ വാര്യർ വന്ന മാതിരിയോ മീന വന്ന മാതിരിയോ വരും, ഇല്ലേ? വരത്തില്ലേ? സിദ്ദിഖ് ലാൽ വന്നവരോ വരും. അപ്പോൾ അത് ചെയ്യണം. അത് ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റുകൾ കൂടും. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ഈ പറയുന്ന റെമുനേഷൻ്റെ ഒക്കെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ തമിഴ്നാട് കാണുന്നു, തെലുങ്കാന കാണുന്നു, എല്ലാം കാണുന്നു. അവിടെയൊക്കെ നമ്മുടെയൊക്കെ ഇരട്ടി നടന്മാരുണ്ട്. നമ്മുടെ ഇവിടെ ആകെ വിരലിനുണ്ടാകുന്ന നടന്മാരെ ഉള്ളൂ. പിന്നെ മാർക്കറ്റും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി വലുതാണല്ലോ അവരുടെയൊക്കെ. ആണ്, പക്ഷേ ആർട്ടിസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് കഥയിലും പെടുത്താൻ പറ്റുന്ന ആൾക്കാരുണ്ട് അവിടെ. ഇവിടെ നമുക്ക് 5-8-10 പേരുടെ പുറകെ വരുമ്പോൾ ഈ റെമുനേഷൻ്റെ പ്രശ്നം വരും. അതേ സമയത്ത് ഇപ്പോൾ എനിക്ക് നമ്മൾ തമിഴിലോട്ട് പോയി കഴിഞ്ഞാൽ 10-25 നടന്മാർ തന്നെ ഉണ്ട് അവിടെ. ഇവിടെയോ മെയിൻ നടന്മാർ 10-25 മെയിൻ നടന്മാർ തന്നെ ഉണ്ട്. അപ്പോൾ അവരെ വെച്ച് നമുക്ക് കഥകളുണ്ടാക്കാം. ഇവിടെ ലിമിറ്റഡ് ആൾക്കാർ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കുറേ പുതുമുഖങ്ങൾ ഒരു 10-25 നടന്മാർ ഇങ്ങോട്ടൊന്ന് വന്നേ, ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം തീരും. പക്ഷെ അപ്പോഴും ഈ ഒരു പ്രശ്നം ഉണ്ടല്ലോ, സിനിമയ്ക്ക് സ്പേസ് ഇല്ല, മാർക്കറ്റ് ഇല്ല, ബിസിനസ് ഇല്ല എന്നൊരു ഇഷ്യൂ പറയുന്നുണ്ടല്ലോ അപ്പോഴും. ഇല്ല, ഇപ്പോൾ തന്നെ ഇറങ്ങിയ പടങ്ങൾ എന്നാ കളക്ഷനാണ്? ഏത് നമ്മുടെ ARM, കിഷ്കിന്ദ, ഇതൊക്കെ കൊച്ചു പടങ്ങളല്ലേ? അതെല്ലാം ഭയങ്കര കളക്ഷനല്ലേ? അതും ആളുണ്ട്. നമ്മുടെ ഇവിടെയും നല്ല കളക്ഷനും വരും. അത് കുറച്ചുകൂടെ വലുതാണെന്ന് വെച്ചോ. ഇവിടെ കുറച്ചുകൂടെ കുറവാണേലും ഭയങ്കരമായ ആളും വരികയും ചെയ്യും. ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ കൂടുക, നടന്മാർ അവിടെ 10-25 ഉള്ളപ്പോൾ ഇവിടെ ഇത്ര ഇല്ലല്ലോ. പക്ഷേ അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വരുന്ന ഒരു പ്രൊഡ്യൂസറെ അതൊരു ഭയങ്കര റിസ്ക്കാണ്. അയാൾ സകലത് അടിയോടെ വെച്ച് പണം ചിലവാക്കി പുതുമുഖങ്ങളെ കൊണ്ട് ആർക്കും താല്പര്യം വരത്തില്ല. വരണമെങ്കിൽ ഗവൺമെൻറ് സൈഡിൽ നിന്നൊക്കെ ഉള്ളൊരു ഹെൽപ്പുകൾ വേണം. ഇയാൾ പുതുമുഖങ്ങളെയും കൊണ്ട് വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിസ്കി സ്ഥലം എടുക്കുമ്പോൾ അതിന് കുറേ ടാക്സ് കൊണ്ടോ എന്തുകൊണ്ടോ കുറേ ഹെൽപ്പ് കിട്ടിയാലല്ലേ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ ഇങ്ങനെ ചിന്തിക്കത്ത് പോലും ഇല്ലു. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ആർട്ടിസ്റ്റുകളെ തന്നെ വെച്ചെടുക്കും. അതൊക്കെ ഒരുപോലെ ഇരിക്കുമല്ലോ അങ്ങനെ പറയുന്ന. ശരിക്കും പുതിയ ആളുകൾ വരുമ്പോൾ കാണിക്കുന്ന കണ്ടന്റുകളിലും വ്യത്യാസങ്ങൾ. തീർച്ചയായിട്ടും. ഇപ്പോൾ വേണുചേട്ടൻ മരിച്ചു, ഗോപി ചേട്ടൻ മരിച്ചു, അങ്ങനെ എത്രയോ പേര് ആ കാറ്റഗറി, തിലകൻ ചേട്ടൻ മരിച്ചു. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തെ മുരളിച്ചേട്ടൻ, ഇങ്ങനെയുള്ളവർക്ക് ഒന്നും ആ ഒരു സെക്ഷൻ കഥയെ ഉണ്ടാക്കാൻ പറ്റാതായി. ഇപ്പം നമുക്കുള്ള ഒരു 6 നടന്മാരുണ്ടെങ്കിൽ 10 ആ 10 പേർക്ക് വേണ്ടി മാത്രമുള്ള കഥകൾ ഒന്നിനും കുറേ വന്നായിട്ട് വേറെ രീതിയിൽ മറിച്ച് തിരിച്ചിട്ട് വരിക. അപ്പോൾ ഒരു പുതിയത് കണ്ടന്റ് വന്നു നോക്കി നമ്മുടെ ഇവിടെ, അത് കയറി എന്നാണ് എൻ്റെ വിശ്വാസം. അറിയാൻ പറ്റില്ല, എൻ്റെ ഒരു തോന്നൽ, അത് ശരിയോ തെറ്റോ. പിന്നെ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് സംസാരങ്ങൾ കുറവുള്ള ഒരു കാലഘട്ടത്തിൽ ഒരുപാട് നല്ല സ്ത്രീ കഥാപാത്രങ്ങൾ, പവർഫുള്ളായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ പഴയ സിനിമകളിൽ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അന്ന് പക്ഷേ ഇത്രയും നമുക്ക് എന്താ പറയുക, സമത്വമില്ല അല്ലെങ്കിൽ വേണ്ടത് കിട്ടുന്നില്ല എന്നുള്ള കംപ്ലയിൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ല, അത് എപ്പോഴും ഉണ്ട്. ഹീറോ വെച്ചിട്ടല്ലേ നമ്മുടെ ഒരു ബിസിനസ് ഉള്ളൂ. ഒരു ഹീറോയിനെ വെച്ചൊന്നും ഇനി നമ്മൾ അതിലേക്ക് എത്തിയിട്ടില്ല. ബിസിനസ് അന്നും അങ്ങനെയില്ല. ഒരു ഹീറോയിൻ വെച്ചുകൊണ്ട് ഓടി, അല്ലെ ഷീലാമ്മയെ വെച്ചുകൊണ്ട് അന്ന് ഓടി, അന്നത് നസീർ സാറുണ്ട്, അങ്ങനൊക്കെ അല്ലേ. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് കുറച്ചുകൂടി അങ്ങനെ നടക്കുന്നുണ്ടല്ലേ. ഇപ്പൊ അന്നാബെന്നെ, പാർവതിയുടെ പടങ്ങളും മഞ്ജു വാര്യരുടെ കുറച്ചുകൂടെ ഉണ്ടെന്ന് വേണം പറയാം. എന്നാലും ഇവിടെ ഒരു ബിസിനസ് ആംഗിളിലോ ഒരു മനുഷ്യൻ പിന്നെ ഒരു ടിക്കറ്റ് പൈസ മുടക്കി ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്തെ നായികയെ കണ്ടിട്ടല്ല, അതങ്ങനെയാണ്. അതിനകത്തെ ഹീറോ നമുക്കുണ്ടോ, ലാലുണ്ടോ, അല്ലേ, അങ്ങനെ നോക്കിയിട്ടാണ് ഫഹദുണ്ടോ, എന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ അത് ഉള്ളൂ. അത് അന്നും ഇന്നും ഉള്ള ഒരു ഇതാണ്. അപ്പോഴത്തേക്ക് അതിൻ്റെ ക്യാരക്ടർ കുറഞ്ഞു പോകും. പക്ഷെ എൻ്റെയൊക്കെ സിനിമയിലെല്ലാം
സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഭയങ്കര വളരെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻ്റ് അതുകൊണ്ടാണ് ചോദിച്ചത്. എന്തിനിപ്പോഴും എപ്പോഴും ഇമ്പോർട്ടൻ്റ്. ഇനി ഇപ്പോൾ ഈ പോയിന്റിൽ ചോദിക്കണോണ്ട് അർത്ഥം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഇനി എടുക്കാൻ പോകുന്നൊരു സിനിമ കഥ കിട്ടിയിട്ടാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുക, കഥ സ്ട്രൈക്ക് ചെയ്യുമ്പോഴാണെന്നൊക്കെ പറഞ്ഞു. എന്നാലും ഇന്നൊരു തരമായിരിക്കാം, ആ തരത്തിലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതോ അപ്പോഴത്തെ ഒരു ട്രെൻഡ് പോലെ അങ്ങനെ ഒന്നുമില്ല, ബ്ലാങ്ക് ആണ്? ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റിന് വേണ്ടി അങ്ങനെ പറഞ്ഞു അതിനകത്ത് അടി വേണം ഇടി അങ്ങനെ ഒന്നും ഏത് വന്ന് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നു, നമുക്കൊന്ന് ഒരു ചാർജ് ആകുന്നോ, ഇത് കൊള്ളാമല്ലോ, അത് സബ്ജക്റ്റ് വൈസ് തന്നെയാണ് കേട്ടോ. മനസ്സിലായി. കഥയ്ക്ക് ഇത് ആരും പറയാത്തതാണല്ലോ, ഇത് സുഖമുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നിക്കുന്നത്, വേറെ ആൾക്ക് തോന്നിക്കുന്നതല്ല കേട്ടോ. നമുക്ക് തന്നെ ഒരു തോന്നൽ, തെറ്റാവാം അല്ലേ, തെറ്റാവാം. അപ്പം എന്തായാലും ആ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കഥ എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഈ ഒരു സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചാൽ ഒരുപാട് സന്തോഷമുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും കാണാം അടുത്ത ആഴ്ച.